പലപ്പോഴും കുഞ്ഞുങ്ങളോട് അച്ഛനമ്മമാരിങ്ങനെ പറയുമ്പോൾ, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം, നിനക്ക് സൈക്കിള് വാങ്ങിത്തരാം, ഫോൺ വാങ്ങിത്തരാം എന്നൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. ഈ വാക്ക് മോട്ടിവേഷൻ അല്ലേ അല്ല. കുട്ടിയുടെ മനസ്സിൽ ഇത് പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. നിന്റെ പരിശ്രമത്തിന് വിലയില്ല, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് വിലയിടൂ. ഇതായിരിക്കും കുട്ടി പഠിക്കുന്നത്. കുട്ടികൾ മാർക്കറ്റിലോ പരസ്യത്തിലോ സോഷ്യൽ മീഡിയയിലോ ഒരു സാധനം കാണുമ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെടും. കുട്ടിയുടെ തെറ്റല്ല. പക്ഷെ പല അമ്മമാരും പറയുന്നൊരു വാക്കുണ്ട്, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിത്തരാം. അമ്മയുടെ ഉദ്ദേശം മോശമല്ല, കുട്ടിയെ പഠിപ്പിക്കണം, എങ്ങനെയെങ്കിലും കുട്ടിയെ നന്നായി പഠിപ്പിക്കണം, മാർക്ക് കൂട്ടി വാങ്ങിപ്പിക്കണം, മൊബൈൽ മാറ്റിവെച്ച് പുസ്തകം എടുപ്പിക്കണം. അതുകൊണ്ടാണ് ഒരു സമ്മാനം എടുത്ത് മുന്നിൽ വെക്കുന്നത്. പക്ഷെ ഈ വാക്ക് പല വട്ടം ആവർത്തിക്കുമ്പോൾ അത് മോട്ടിവേഷൻ മാത്രമല്ലാതെയാകും. അത് കുട്ടിയുടെ ആഗ്രഹത്തെ ഉപയോഗിച്ച് കുട്ടിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന രീതിയായിട്ട് മാറും. 1, 2, 3 തവണ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണെന്ന്. അതുകൊണ്ട് അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കണ്ട. നീ പഠിക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. നീ പഠിക്കുക, നീ മാർക്ക് വാങ്ങിയാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ മെച്ചം. ഈ രീതിയിൽ സത്യസന്ധമായി കുട്ടികളുടെ അടുത്ത് പെരുമാറാൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് പോലെ ചിലപ്പോൾ ഈ സ്വഭാവം മാറിയേക്കാം. അതെങ്ങനെയാണ് കുട്ടിക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഠനം ഒരു ഇടപാടായി മാറുന്നുവെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഞാൻ പഠിച്ചാൽ എനിക്ക് സമ്മാനം കിട്ടും, ഞാൻ പഠിച്ചാൽ എനിക്ക് സമ്മാനം കിട്ടും, മാർക്ക് വാങ്ങിയാൽ സമ്മാനം കിട്ടും. വെറും സമ്മാനമല്ല, വാഗ്ദാനം നിറവേറ്റിത്തരും. പഠനം എന്നത് അറിവ് നേടുക, കഴിവ് വളർത്തുക, ഭാവി നിർമ്മിക്കുക എന്നതല്ല. പഠനമെന്നത് സമ്മാനത്തിന് വേണ്ടി ഒരു കാര്യമായിട്ട് മാറും. ഇതൊരു ഡീലാകും. മാർക്ക് കൊടുക്കൂ, സാധനം വാങ്ങിക്കിട്ടും. പിന്നീട് കുഞ്ഞിൻ്റെ ഓരോ കാര്യത്തിനും കുഞ്ഞിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അമ്മ പറഞ്ഞു ടേബിൾ വൃത്തിയാക്കാൻ, ടേബിൾ വൃത്തിയാക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ പഠിച്ചാൽ എന്ത് കിട്ടും? ഞാൻ നന്നായി പെരുമാറിയാൽ എനിക്ക് കിട്ടുന്ന സമ്മാനം എന്താണ്? അങ്ങനെ ഉത്തരവാദിത്ത ബോധം വളരേണ്ട സ്ഥലത്ത് റിവാർഡ് സീക്കിംഗ് മൈൻഡ് സെറ്റ് ആയിരിക്കും കുട്ടിക്കുണ്ടാവുക. അപ്പോൾ ഒരു തവണ ഏതെങ്കിലും കാരണവശാൽ റിവാർഡ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, കുട്ടിക്ക് നിരാശയാകും. കുട്ടിയുടെ സെൽഫ് വർത്ത് ഇല്ലാണ്ടാവും. മാർക്കുമായി ബന്ധപ്പെടുത്തി എപ്പോഴും ഓരോ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ കുട്ടി ഇങ്ങനെയാണ് വിശ്വസിക്കുക, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡിസേർവിങ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞാലോ, ഞാൻ നല്ല കുട്ടിയല്ല, അമ്മയ്ക്ക് എന്നെക്കുറിച്ച് അഭിമാനമില്ല, അച്ഛൻ എന്നെ ഇഷ്ടമല്ല, എനിക്കൊന്നും അർഹതയില്ല. ഇവിടെ പ്രശ്നം സമ്മാനം കിട്ടാത്തത് മാത്രമല്ല, കുട്ടിയുടെ ആത്മമൂല്യം റിസൾട്ടിനൊപ്പം കെട്ടിപ്പടുക്കുന്നതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു കുട്ടിയെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയില്ല. അടുത്തത് പരാജയഭയം. സമ്മാനം വലുതാകുമ്പോൾ സമ്മർദ്ദം കൂടും. ഈ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫോൺ കിട്ടില്ല, ഫസ്റ്റ് വന്നില്ലെങ്കിൽ സൈക്കിള് കിട്ടില്ല, ഫുൾ A+ ഇല്ലെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ കുട്ടി പഠിക്കുന്നത് സന്തോഷത്തോടെയല്ല, പ്രഷറിൻ്റെ പുറത്താണ്. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഞാൻ പഠിക്കണം. ഈ ഭയം ചില കുട്ടികളിൽ പഠനശ്രദ്ധ കൂട്ടുകയില്ല, പകരം എക്സാം ആങ്സൈറ്റി, ഉറക്കക്കുറവ്, ദേഷ്യം, കരച്ചിൽ, പഠനം ഒഴിവാക്കുക, തെറ്റായ മാർഗങ്ങളിലേക്ക് പോവുക, പ്രലോഭനങ്ങളിൽ അകപ്പെടുക തുടങ്ങി പല പ്രശ്നങ്ങളിലൂടെയും ചിലപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടി അകന്നു പോയേക്കാം. ഞാൻ തോറ്റാൽ ഒരു പരീക്ഷയിൽ മാത്രമല്ല അമ്മയുടെ മുന്നിലും തോക്കും, വാഗ്ദാനം കൊടുത്തത് അമ്മയാണെങ്കിൽ. പരിശ്രമം കാണാതെ റിസൾട്ട് മാത്രം കാണുന്ന ഒരു ശീലം. ഒരു കുട്ടി വളരെയേറെ പരിശ്രമിച്ചിട്ടും 70% മാർക്ക് കിട്ടിയിട്ടും കുട്ടിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലോ?
മറ്റൊരു കുട്ടി കുറച്ച് പരിശ്രമിച്ചിട്ട് 90% മാർക്ക് വാങ്ങിയെന്നിരിക്കട്ടെ. നമ്മൾ സമ്മാനത്തെ റിസൾട്ടിനോട് മാത്രം ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ കുട്ടിയുടെ യഥാർത്ഥ പരിശ്രമം കാണാതെ പോകും. അവന് തോന്നും, ഞാൻ ഇത്ര ശ്രമിച്ചിട്ടും ആരും കണ്ടില്ല. പതുക്കെ ഹെൽപ്ലെസ്നെസ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. എന്ത് ചെയ്താലും എനിക്ക് നല്ലതൊന്നും വെച്ചിട്ടില്ല. അടുത്ത തവണ കുട്ടി ശ്രമിക്കുകയില്ല. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് പ്രശ്നമാവുകയും ചെയ്യും. കുടുംബ ബന്ധത്തിൽ ട്രസ്റ്റ് കുറയാം. ഒരു കുട്ടി അമ്മയോടൊരാഗ്രഹം പങ്കുവയ്ക്കുന്നു. അമ്മേ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അമ്മ പറയുന്നത് എങ്ങനെയാണ്? മാർക്ക് വാങ്ങിത്താ, മാർക്ക് വാങ്ങിക്കൊണ്ടുവാ, പിന്നെ നോക്കാം. അവൻ്റെ വികാരം കേൾക്കപ്പെടുന്നില്ല. അവൻ്റെ ആഗ്രഹത്തിന് പിന്നിലെ കാര്യം ചോദിക്കപ്പെടുന്നില്ല. അവൻ ആ സാധനം എന്തുകൊണ്ട് വേണം? സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ടാണോ? പരസ്യത്തിൻ്റെ സ്വാധീനമാണോ? അവൻ ഒറ്റപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണോ അവൻ ആ കളിപ്പാട്ടം ചോദിച്ചത്? അതോ യഥാർത്ഥ ആവശ്യമാണോ? ഇവയൊന്നും അറിയാതെ ആഗ്രഹത്തെ മാർക്കുമായി ബന്ധിപ്പിക്കുമ്പോൾ കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കുറയാം. ഇൻസ്റ്റന്റ് റിവാർഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും അവിടെ ശക്തമാകുക. ജെൻ ആൽഫ കുട്ടികൾ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വളരുകയാണ്. അമ്മമാരെക്കാളും അച്ഛന്മാരെക്കാളും ഒക്കെ. വേഗത്തിലുള്ള വീഡിയോസ്, വേഗത്തിലുള്ള വിനോദങ്ങൾ, വേഗത്തിലുള്ള റിവാർഡ്സ്, ബൈ നൗ, ഗെറ്റ് ഇറ്റ് ടുഡേ, ഇതെല്ലാം കുട്ടികളുടെ മനസ്സിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് തള്ളുന്നു. ഇത്തരം സാഹചര്യത്തിൽ പഠനത്തിനും ഒരു മെറ്റീരിയൽ റിവാർഡ് കൊടുക്കുമ്പോൾ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ പഠിക്കേണ്ട കുട്ടി ക്വിക്ക് റിവാർഡിലേക്ക് തന്നെ പോകും. അവന് പഠിക്കേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉടൻ കിട്ടണമെന്നില്ല. ഞാൻ കാത്തിരിക്കാം. ആവശ്യം എന്താണ്, ആഗ്രഹം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് കുട്ടി പഠിക്കേണ്ടത്. അതിനു പകരം കുട്ടി, എൻ്റെ വീട്ടിൽ പണമുണ്ടെങ്കിൽ ഞാൻ മാർക്ക് വാങ്ങിയാൽ എനിക്ക് ആ കാര്യം സാധിച്ചു തരും, വളരെ പെട്ടെന്ന്. കുട്ടി ഓർമ്മിക്കില്ല പണം എന്നത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പണത്തിന് എത്ര വാല്യൂ ഉണ്ട്, ഇത് കുട്ടിയെ ഓർമ്മിക്കില്ല. ഇതെങ്ങനെയാണ് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആകുന്നത്? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്നത് എല്ലായ്പ്പോഴും വലിയ ഭീഷണിയോ കരച്ചിലോ അല്ല. കുട്ടിക്ക് വളരെ അത്യാവശ്യമുണ്ടെന്ന് കാണുന്ന ഒരു കാര്യം ഉപയോഗിച്ച് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മാത്രമേ ഇത് ലഭിക്കൂ എന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ അവൻ്റെ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുകയാണ്. ഇതൊരു കൺട്രോൾ സിസ്റ്റമായിട്ട് രൂപപ്പെടാം, കണ്ടീഷണൽ കൺട്രോൾ. ഇത് ഒരു തവണ പറഞ്ഞാൽ വലിയ നാശം സംഭവിക്കുമെന്നൊന്നുമില്ല. പക്ഷേ ആവർത്തിച്ച് ഓരോ പരീക്ഷയിലും ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും കാര്യങ്ങൾ. കാരണം കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ വിവരമുള്ളവരാ. നമ്മൾ പക്ഷെ അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്നേഹം, അംഗീകാരം, സന്തോഷം എന്നിവയൊക്കെ നിബന്ധന വെച്ച് സ്വീകരിക്കേണ്ടതാണെന്ന് കുട്ടി മനസ്സിലാക്കും. അതുകൊണ്ട് അമ്മ പറയേണ്ടത് എങ്ങനെയാണ്? കുട്ടി ഒരു സാധനം ചോദിച്ചാൽ ആദ്യം അവൻ്റെ ആഗ്രഹത്തെ അംഗീകരിക്കണം. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നീ ഇതെവിടെ നിന്നാണ് കണ്ടത്? ഇത് കിട്ടിയാൽ നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മയ്ക്കും അച്ഛനും പറയാം, ഈ മാസത്തെ ബജറ്റിൽ ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് നമ്മുടെ വീട്ടിൽ മുൻഗണന. അല്ലെങ്കിൽ ഇത് വാങ്ങേണ്ട യഥാർത്ഥ ആവശ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്ന് പറയാം. കുട്ടിക്ക് വലിയ ആഗ്രഹമാണെങ്കിൽ സേവിങ്സ് പ്ലാൻ പഠിപ്പിക്കാം. കുട്ടിക്കൊരു 3 ബോക്സ് വാങ്ങിക്കൊടുക്കുക. നിങ്ങൾ എല്ലാ മാസവും കുട്ടിക്കൊരു 500 രൂപ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അതിൽ 300 രൂപ ഒരു ബോക്സിലിടാൻ പറയുക, 100 രൂപ മറ്റൊരു ബോക്സിൽ, 100 രൂപ മൂന്നാമത്തെ ബോക്സിൽ. 300 രൂപ ഇടേണ്ട ഒന്നാമത്തെ ബോക്സിലേക്ക് കുട്ടിയോട് 300 രൂപ ഇടാൻ ആവശ്യപ്പെടുക. രണ്ടാമത്തെ ബോക്സിൽ 100 രൂപ ഇടാൻ ആവശ്യപ്പെടുക.
മൂന്നാമത്തെ ബോക്സിൽ 100 രൂപ. എല്ലാ മാസവും 500 രൂപ. കുട്ടിക്ക് മറ്റാരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഇതേ ക്രമത്തിൽ 3ആയി വിഭജിച്ചുകൊണ്ട് തന്നെ പണം ഇടാനായിട്ട് കുട്ടിയെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തെ ബോക്സിൽ 300 രൂപ വെച്ച് ഇടുന്നുണ്ടാവുമല്ലോ. അതിലേക്ക് എല്ലാ മാസവും ഇടുന്ന ആ പണം യാതൊരു കാരണവശാലും എടുക്കാതിരിക്കുക. അതിൽ കുട്ടിക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാനുള്ള പണമാകുമ്പോൾ എടുത്തുകൊള്ളാൻ പറയുക. കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാം. രണ്ടാമത്തെ ബോക്സിൽ കുട്ടിയുടെ സേവിങ്സ് ആവട്ടെ, 100 രൂപ. മൂന്നാമത്തെ ബോക്സിൽ വിശേഷാവസരങ്ങൾ വരുമ്പോൾ തീരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് ആഹാരമോ വസ്ത്രമോ വാങ്ങിക്കൊടുക്കാനായിട്ട് ആ പണം ചെലവഴിക്കാൻ കുട്ടിയോട് പറയുക. അത് നിങ്ങൾ വീട്ടിൽ പാലിക്കുകയും കൂടി ചെയ്യുക. അപ്പോഴാണ് ഇവിടെ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ടെന്നും നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ ചെയ്യുന്ന സർവീസിലൂടെ ഭാവിയിൽ കുട്ടി വളർന്ന് വലുതായി ഒരു ജോലി ചെയ്യുമല്ലോ, ആ സർവീസിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഉപകാരം കൂടി ചെയ്യാൻ കുട്ടിക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് സേവിങ് മൈൻഡ് സെറ്റും ഉണ്ടാവും. അത്യാവശ്യത്തിന് സാധനങ്ങൾ ഉപയോഗിക്കേണ്ട പണം ഇവിടെ നിന്ന് സമ്പാദിക്കാവുന്നുള്ള ഒരു തോന്നലും കുട്ടിക്കുണ്ടാവും. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി കുട്ടിക്കുണ്ടാവും. ഇങ്ങനെ ഒരു പോക്കറ്റ് മണി സേവിങ് സിസ്റ്റം നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ പ്രത്യേകിച്ച് കുഞ്ഞിനോട് പറയണ്ട, പഠനം നിന്റെ ഭാവിക്കുള്ള ഉത്തരവാദിത്തമാണ് എന്ന്. കുട്ടിക്ക് മനസ്സിലാകും ഇവിടെ പണം ഉണ്ടാക്കാൻ എത്ര പ്രയാസം ഉണ്ടാവും, എൻ്റെ അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, അത് അനാവശ്യമായി ചെലവാക്കാനുള്ളതല്ല എന്ന് കുട്ടിക്ക് മനസ്സിലാകും. കുട്ടിയെ സന്തോഷത്തോടെ ഓരോ നിമിഷവും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പക്ഷേ കൃത്യമായ രീതിയിൽ അച്ഛനമ്മമാർ കൃത്യമായ മാർഗങ്ങൾ നിത്യേന പാലിച്ചുകൊണ്ട് കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നീ എൻ്റെ കുട്ടിയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓർമ്മിക്കുക, പരാജയത്തിൽ തകരാത്ത ഒരു മനുഷ്യനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്, ആണായാലും പെണ്ണായാലും. എല്ലാ കാലത്തും സാഹചര്യങ്ങൾ ഒരുപോലെ നമുക്ക് അനുകൂലമാവണമെന്നില്ല. പക്ഷേ കുട്ടി പഠിക്കുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടാണ്. പഠനം ഒരു ഇടപാടല്ല, സ്നേഹം ഒരു സമ്മാനവുമല്ല. കുട്ടിയുടെ വില ഒരിക്കലും അവൻ്റെ മാർക്കല്ല. നല്ല മാർക്ക് വാങ്ങിയാൽ ഇന്ന സാധനം വാങ്ങിത്തരാമെന്ന് നിങ്ങൾ കുട്ടിയോട് പറയാറുണ്ടോ? ഇനി മുതൽ അത് വേണ്ട, കുറ്റബോധം വേണ്ട. കൂടുതൽ ആളുകളോട് ഇത് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾക്കും നമ്മുടെ കോൺഷ്യസ് പേരൻറ്റിംഗ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാം. ഇതുപോലുള്ള ആശയങ്ങൾ കിട്ടാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു മെസ്സേജ് ഇട്ടോളൂ, കോൺഷ്യസ് പേരൻറ്റിംഗ് എന്ന്. നമ്പർ ഇതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.